ഇല്ലല്ലോ. ഇയാൾക്കല്ലേ എല്ലാ വഴിയും അറിയാന്ന് പറഞ്ഞു. വേറെ വല്ല വഴിയുണ്ടോ ചേട്ടാ? क्या भाई? मैडम लगता है गलत रास्ते पे आ गए हैं. ഓനിക്ക് ചെറുതായിട്ട് വഴി തെറ്റിട്ടുണ്ടോന്നൊരു സംശയം. ചെറുതായിട്ടാ? നമ്മള് വേറെ ഏതോ രാജ്യത്തെത്തി. പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ നിങ്ങള്? किसी को जाके पूछो भाई. पूछता हूँ मैडम. अरे भाई साहब बेगम की कोठी ढूंढ रहे हैं, बहुत देर से मिली नहीं. मिला? हाँ मैडम, हाँ हाँ. മില്ലും മില്ലും. ഇതാ വീടെന്ന് തോന്നണം. കേറല്ലേ? ആ കേറും. ഈടാരും ഇല്ലാന്ന് തോന്നുന്നു. ഇന്ന് ക്ഷമിക്കണ്ട അമിത. ഇതാ വന്നു. कौन है आप लोग? क्या कर रहे हैं यहाँ पर? ए बेगम लैला खा खरे ना? अरे काहे की बेगम? कोई एगम बेगम यहाँ मौजूद नहीं है. 25 साल पहले यहाँ नाच गाना होता था. अब यहाँ कुछ नहीं होता. चलो निकलो यहाँ से. अब कहाँ पे है? अरे मुझे क्या पता वो कहाँ गई है. चलो यहाँ से. हाँ 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 चलती हूँ. അപ്പോ ബേഗലല്ലേ ഈടല്ലേ താമസം? अब तुमसे दोबारा कहना पड़ेगा. निकल. നീ വാ, ഒന്റെ തല്ലുകൊണ്ട് ചാണ്ട. അപ്പൊ ഇതുമല്ലേ? चल. निकल. നിങ്ങളാടെന്നേ? पता नहीं कहाँ कहाँ से चले आते हैं. അതെ. ഈ വാ. നിങ്ങളാടെന്നേ? എന്താണ്ടാ? ഇതന്നെയാണോ വീട്? ആ. സത്യം പറ, നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഈ പറഞ്ഞ ലൈല അവിടെ ഇല്ലാത്തത് എന്റെ കുറ്റാണ്. ഇതന്നെ വീട്. നിങ്ങൾക്ക് എന്താ എത്ര ഉറപ്പ്? ഇതല്ല വീട്, നനക്കെന്താ എത്ര ഉറപ്പ്? നിങ്ങളെ കൂടെ കൂട്ടിയാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഡ്രൈവർ ഈ അഡ്രസ് കാണിച്ച് നേരത്തെ ഇവിടെ വന്നേനെ. അല്ലാണ്ട് വല്ലവരും കൊണ്ട് നാടുവിട്ടേണ്ട ഗതിയായിട്ടൊന്നും വരില്ലായിരുന്നു. 2 വാക്ക് തപ്പാണ്ട് പറയാൻ അറിയോ എനക്ക്? 4 വാക്ക് ഹിന്ദി പറഞ്ഞപ്പോ ഒരാൾ മയ്യത്തുമായി. എനക്ക് സംസാരിക്കാനൊക്കെ അറിയാം. ഞാൻ നല്ല പഠിപ്പുള്ളവനാ, അല്ലാണ്ട് നിങ്ങളെ പോലെ ഒന്നല്ല. എന്റെ BA മലയാളത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഹിന്ദി പറയാൻ അറിയോ? ഹിന്ദി. ഞാൻ BA മലയാളം നിങ്ങളുടെ ആരാ പറഞ്ഞേ? BA ഹിന്ദി ഒന്നും അല്ലല്ലോ. ഇതൊക്കെ പറയാം. നിങ്ങൾക്ക് എന്ത് പഠിപ്പുള്ളേ? എനിക്ക് വലിയ പഠിപ്പൊന്നുമില്ല, പക്ഷെ എന്റെ വാപ്പ പഠിപ്പിച്ച കുറെ നല്ല പാഠങ്ങൾ എന്റെ മനസ്സിലുണ്ട്. അതിലൊന്നായി പറയണ ഹിന്ദി. പിന്നെ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കലായിരുന്നല്ലോ എന്റെ വാപ്പാടെ പണി. എന്റെ വാപ്പാനെ പറ്റി എനിക്ക് എന്താ അറിയാടാ? എന്റെ വാപ്പാനെ പറ്റി പറഞ്ഞല്ലോ. എന്റെ വാപ്പ ആണേനെ ഹൈദറിന്റെ കെട്ടിയവനായിരുന്നു. അതറിയാനൊക്കെ. അതന്നെ എന്റെ സംശയം. നിങ്ങളെ എങ്ങനെ എന്റെ വാപ്പ കേട്ടത് എനിക്ക് മനസ്സിലാവാത്തെ? ഞാനേ നല്ല ചൊങ്കത്തി പെണ്ണായിരുന്നു, അല്ലാണ്ട് അത് സൈന്യവേന്മാരിയൊന്നും അല്ല. പിന്നെ എന്തിനാ വാപ്പ ഇട്ടിട്ട് പോയേ? എന്റെ വാപ്പാനോട് പോയി ചോദിക്കടാ. ഹലോ, ഞാനാ ശിവൻകുട്ടി, ശിവേട്ടൻ. ശിവേട്ടാ പറയ്. ഇതേതാ നമ്പർ? എടാ എന്റെ പഴയ ഫോണൊന്ന് കാണാണ്ട് പോയി. ഇതൊന്ന് സേവ് ചെയ്ത് കേട്ടാ. ഓ സേവ് ചെയ്യാം. എന്തായി പോയ കാര്യങ്ങളൊക്കെ? ഞാൻ വീടിന്റെ പഠിക്കുന്നുണ്ട്. ഞാൻ അകത്തേക്ക് കയറിയാ മതി. ഞാൻ പറഞ്ഞൊക്കെ ഹെൽപ്ഫുൾ ആയല്ലോ, അത് മതി. പിന്നെ അടിപൊളി. നീ ഒറ്റയ്ക്കാണോ പോയേ? അല്ല, കൂടെ ഒരാളും കൂടി ഉണ്ട്. ട്രെയിനിൽ നിന്ന് കിട്ടിയതാ. ആഹാ, നല്ല കാര്യങ്ങളൊക്കെ സന്തോഷായില്ലേ? എനിക്ക് നല്ലോണം സന്തോഷായി. എന്നാ ശരിടാ, വിളിക്കാം. ഓ ശരി ഏട്ടാ. ये देखिए साहब, आलमबाग. ये तो पास में ही मैडम. हाँ तो चलो. चलता हूँ. നിങ്ങൾ ഇടയ്ക്ക് പോണേ? പൊന്നാനിയിലേക്ക്. ഈ വരണ ഇങ്ങോട്ട് കയറും ഇതേ. ചലോ ബൈ. അല്ല ഇപ്പൊ ഇടയ്ക്ക് നമ്മള് പോണേ? തോട്ടാ ജൽദി ഭായ്. ഇപ്പൊ ശരിക്കും അറിയണ ഇടയ്ക്ക് നമ്മള് പോണേന്ന്. ഈ മുണ്ടാണ്ടിരിക്കാം ഇതേ. അമീതെ, ഈ നടങ്ങുക അമീതെ, ഈ കേറുക അമീതെ, ഈ ഇറങ്ങുക അമീതെ. കിരീട ആടെയാണ് ഹമീദെ, കിരീട ഈടെയാണ് ഹമീദെ. അല്ലെങ്കിൽ പഴയ CID ആണ്? ആണെങ്കിൽ ഒന്നുമില്ല, പക്ഷെ എനിക്ക് അറിയണ ഇടയ്ക്ക് പോണേന്ന്. मैडम वो नीला दरवाजा दिख रहा है ना, वही गेट है. ഇതാ വീട്.
ഈ ഇറങ്ങ് ഹമീദേ അല്ലേ? ഇറങ്ങിക്കോ. ആരുമില്ലേ? കോനെ രാഘവ മാഷ് ഉണ്ടാവത്ത്? ഓ മലയാളികളാണോ? ആ. രാഘവട്ടം പുറത്തു പോയിരിക്ക. ഓ. അകത്തേക്ക് വരും. മൂപ്പര് നായരാ? മൂപ്പര് പ്രൊഫസർ. ഈ വാ. ആ പ്രൊഫസർ നായർ. ചേടാ നല്ല താളം. നിങ്ങൾ കേക്കണ്ട? ഡാൻസാന്ന് തോന്നുന്നു. ഈ മിണ്ടാണ്ടിരി ഹമീദേ അല്ലേ? രാധേ, അല്ല, ഇതാര്? ഐഷിയും ഹമീദും. നിങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു വരുന്നു. ഇതിപ്പോ ആര് പറയുന്നതാ ഉറപ്പിക്കേണ്ടത്? മോൻ പറയുന്നതോ ഉമ്മ പറയുന്നതോ? ഉമ്മ പറയുന്നത് തന്നെ. ആ, രാധേ, ചായ എടുത്തില്ലേ? അല്ല, ഞാൻ അടുക്കളയിലോട്ട് പോവാം. വേണ്ട, ഇരിക്കൂ. സാരല്ല മാഷെ, ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഞാൻ സഹായിക്കണം. അയ്യോ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അടുക്കളത്തിനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കാം. ഏയ് സാരമില്ല, ഞാൻ ചെയ്തോളാം. നല്ല താളം. ഡാൻസ് എന്നാ തോന്നണല്ലേ? ആ കാണുന്ന ഡാൻസ് സ്കൂളിൽ നിന്നാ. ലക്നൌവിലെ വലിയൊരു ഡാൻസ് സ്കൂളിന്റെ ഇവിടുത്തെ ബ്രാഞ്ചാ ഇത്. ദൂരെ നിൽക്കുന്ന പോലും പിള്ളേര് വരുന്നുണ്ട്. ഡാൻസ് സ്കൂൾ ലക്നൌവിലെ പേര് കേട്ട പഴയൊരു നർത്തകിയാണ് അത് നടത്തുന്നത്. ഓ, എന്താ അവരുടെ പേര്? ലൈല. ബേഗൻ ലൈലയാണോ? എങ്ങനെ അറിയാം? അല്ല, ഒരു പഴയ ഹിന്ദി പടത്തിൽ കേട്ട പോലെ ഒരു ഓർമ്മ. ഓ, ഒരു വീട് എവിടെയാ? വാപ്പയുള്ളപ്പോഴുണ്ടായിരുന്നു. അമീതേ, ഇതും പുറത്തേക്ക് വന്നേ. എവിടേക്ക്? ഞങ്ങളിപ്പോ വരാം. അയ്യോ, ചായ കുടിക്കുന്നില്ലേ? ഇല്ല, ഞങ്ങൾ പുറത്തോട്ട് വന്നിട്ട് കഴിക്കാം. വാടാ, ഇങ്ങോട്ട് വാടാ. മുഴുവൻ കഥ കേട്ടല്ലേ വരുള്ളൂ. അതെ, ഈ മിണ്ടാണ്ടിരി ഹമീദ് എന്ന് പറയില്ലെങ്കിൽ ഞങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ശരിക്കും പേടയ്ക്ക് പോണേ? വെറുതെ സമയം കളയണോ? നമുക്ക് തിരിച്ചു നോക്കൂടെ? ബീഗൻ ലൈലയുടെ അടുത്തേക്ക് പോണ്ടേ? ഇതാണ് നമ്മൾ ഇത്ര ദിവസം തെരഞ്ഞെടുന്ന ആളിന്റെ വീട്. ഞാനതൊക്കെ വിട്ടു. എനിക്ക് ഞാൻ ആരെയും കണ്ടുപിടിക്കൊന്നും വേണ്ട. എൻ്റെ ഹമീദേ, കുറേ ആയില്ലേ ഞാൻ എൻ്റെ കൂടെ കൂടിയിട്ട്. എൻ്റെ മനസ്സ് കുറച്ചൊക്കെ എനിക്കറിയാം. ചെല്ലേ. വാ, ഇറങ്ങ്. ഞാനില്ല, ഈ പോയാ മതി. എന്തേ? ഞാൻ ആരെന്നും വെച്ചാ നീ പരിചയപ്പെടുത്തുക? അത് വേണ്ട, വയ്ക്കോ. ഞാൻ ഒറ്റയ്ക്കാ. ഈ ഒറ്റയ്ക്ക് ആവാണ്ടിരിക്കാനല്ലേ ഇങ്ങോട്ട് വന്നേ? അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോണല്ലേ? പോണം. साहब? बेगम लैला। आइए अंदर जाइए साहब। जाइए।